ഹലോ ഓൾ വെൽക്കം ടു അവർ ചാനൽ. ഇതാണ് കാട്ടത്തി. ഈ ഒരു മരത്തിനെ പറ്റി ഇപ്പം കൂടുതൽ ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു. മെയിനായിട്ടും തണലിന് വേണ്ടിയിട്ട് വളർത്തുന്ന ഒരു മരവും കൂടിയാണിത്. ഇതിൻ്റെ കായകൾക്കും ഇതിൻ്റെ ഇലകൾക്കൊക്കെ എന്തൊക്കെയോ മെഡിസിൻ വാല്യൂസ് ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. കൂടുതലായിട്ട് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. പിന്നെ ഇതിൻ്റെ കായകൾ മൂക്കുന്നതിന് മുൻപായിട്ട് എടുത്ത് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാന്ന് കേട്ടിട്ടുണ്ട്. അതും ഞാൻ ഇതുവരെക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആകെക്കൂടി ഈ കായകൾ വെച്ച് ഞാൻ ചെയ്യാറുള്ളത് ഇതിങ്ങനെ 2-3 മാസം കൂടുമ്പോൾ ഒക്കെ എനിക്ക് 1-2 കായകൾ ഇങ്ങനെ പഴുത്ത് കിട്ടാറുണ്ട്. അത് ഞങ്ങൾ എടുത്ത് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അതിങ്ങനെ ഇത്രയും ഡിലേ ആയിട്ട് കിട്ടുന്നതുകൊണ്ടാണോ എന്നറിയില്ല. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫ്രൂട്ടിന്. നന്നായിട്ട് പഴുത്തത് നമുക്കങ്ങനെ ഡയറക്റ്റ് അതുമെന്ന് തന്നെ കിട്ടണം. നമ്മൾ പറിച്ച് വെച്ചാലൊന്നും അത് പഴുക്കത്തില്ല, ഉണങ്ങി പോവാറേ ഉള്ളൂ. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പഴുത്ത് കിട്ടുന്നത് ഞാൻ ഈ സപ്പോട്ട എല്ലാം കഴിക്കില്ലേ, തൊലി ഒഴിവാക്കിയിട്ട് നമ്മൾ അതിൻ്റെ പൾപ്പ് മാത്രം എടുക്കുമല്ലോ, അതുപോലെ എടുത്ത് കഴിക്കാറാണ്. അതിൻ്റെ ഉള്ളിലുള്ള ബബിൾസൊക്കെ നമ്മൾ ഒറിജിനൽ അത്തി കഴിക്കണ പോലെ തന്നെ ക്രഞ്ചി ആയിട്ട് കഴിക്കാനും പറ്റും. നല്ല ടേസ്റ്റ്.